ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ അർജുൻ ഗൗതത്തിനോട് മനസ്സ് തുറക്കുന്നു. അപ്പോൾ ഏട്ടൻ എന്നോട് ചെയ്തത് ക്രൂരതയായിരുന്നില്ല, ദയായിരുന്നു എന്ന് നന്ദയാണ് എനിക്ക് മനസ്സിലാക്കി തന്നതെന്നും പറഞ്ഞ് ഏട്ടത്തെ നെഞ്ചോട് ചേർക്കാണ് പിങ്കിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ അർജുൻ. ഇതൊക്കെ കണ്ട് പിങ്കിക്ക് സഹിക്കുമോ? ഇവിടെ ഈ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പറയാം എൻ്റെ ഏട്ടനോട്, ഏട്ടനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ എന്നോട് പൊറുക്കണം, എൻ്റെ ഏട്ടൻ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഗൗതത്തിന് ഭയങ്കര ഇത്. അപ്പോൾ എന്താടാ നീ പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയാവോ? നമ്മളെ ഏട്ടനും അനിയനും അല്ലേ, എപ്പോഴും നീ സന്തോഷമായിട്ടിരിക്കണം, അതിനു വേണ്ടിയിട്ടാ ഏട്ടൻ എൻ്റെ ജീവൻ പോലും തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗൗതം പറയുമോ. അപ്പോൾ അത് കേട്ടപ്പോൾ അർജുന് ഭയങ്കര സന്തോഷം. പിങ്കി ആണെങ്കിൽ വലിയ ഭാവം മാറ്റമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ ഏട്ടനും അനിയനും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നു, ഭയങ്കര സ്നേഹം. അത് കണ്ട് നമ്മുടെ നന്ദയുടെ ഒക്കെ കണ്ണ് നിറയുക. അതുപോലെ അരുണിന്, പവിത്രയ്ക്ക്, മോഹിനിക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. പക്ഷേ പിങ്കിയുടെ മുഖം മാത്രം ഉമ്മെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിങ്കി ആണെങ്കിൽ ഒരു ആൽമരച്ചൂട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഗൗതമാണെന്ന് ഞാൻ അവനെ അറിയിക്കണം, പക്ഷെ എങ്ങനെ ഞാൻ അറിയിക്കും? ഇതൊക്കെ പിങ്കി അവിടെ നിന്ന് ആലോചിക്കും കേട്ടോ. ഈ സമയത്ത് പവിത്രയും മോഹിനിയും അതിൽ വലം വെച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പിങ്കി അവിടെ നിൽക്കുന്നത് കണ്ടു. മോളെന്താ ഇവിടെ വന്ന് മാറി നിൽക്കുന്നതെന്ന് അവർ കണ്ടപ്പോൾ ചോദിച്ചേ. അത് പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ വന്ന് നിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചടങ്ങിൻ്റെ കാര്യവും പറഞ്ഞു. ഇവിടുത്തെ പ്രത്യേക ചടങ്ങാ അത്, മോള് ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനി പിങ്കിക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ പിങ്കി അവിടെ ചെന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി എന്തോ തൂക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ പേപ്പറിൽ ഇങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ സാധിക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി തൂക്കിയാൽ അത് നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. ഒരു 100 വർഷം സുഖമായും സന്തോഷമായും ജീവിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കും എന്നുള്ളത്. അത് കേട്ടപ്പോഴേക്ക് നമ്മുടെ പിങ്കി തുള്ളിച്ചാടുക. അർജുനാണെങ്കിൽ അത് എഴുതി കേട്ട് തൂക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോണു. അപ്പോഴേക്കും പിങ്കി അവിടെ നിൽക്കുന്നു. അപ്പോൾ പിങ്കിയെ കണ്ടപ്പോൾ തനിക്കും വേണമെന്നുണ്ടെങ്കിലേ എഴുതി കെട്ടി തൂക്കാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ പറയാം. എന്നിട്ട് അർജുൻ ഇങ്ങനെ എഴുതി തൂക്കാൻ പോകുമ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിൽക്കുന്നു. പാവം അർജുൻ അത് എഴുതി ആദ്യം കൊണ്ടേ കെട്ടി തൂക്കി. അതെല്ലാം കണ്ട് പിങ്കി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അർജുൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിങ്കി ഭയങ്കര ഒരു ഇഷ്ടത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ആ എഴുതിയത് എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കുക. അപ്പോൾ കെട്ടി തൂക്കിയത് ഊരിയെടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അളകനന്ദ എന്നും പറഞ്ഞുകൊണ്ടൊരു പേര്, ഗൗതം അളകനന്ദ എന്ന്. അപ്പോൾ ഏട്ടനും ഏട്ടത്തെയും സുഖമായി ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ അർജുൻ അതിനകത്ത് എഴുതി തൂക്കിയിരുന്നത്. അതായത് നമ്മുടെ പിങ്കിയുടെ കൺമുന്നിൽ തന്നെ അർജുൻ നടത്തിയ ഒരു ഇടിവെട്ട് വഴിപാട് പിങ്കിയെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അത് കണ്ടപ്പോൾ സഹിച്ചില്ല പിങ്കിക്ക്. അർജുൻ്റെ മനസ്സിൽ കയറി കൂടിയെന്ന് വിചാരിച്ച് ഞാൻ മണ്ടി. ഗൗതവും അവളും കൂടി വാഴണമെന്നാണ് അവൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി. അപ്പോൾ അർജുൻ്റെ ആ ഒരു വലിയ ഇത് നമ്മുടെ പിങ്കി തിരിച്ചറിയുമല്ലേ, അതുകൊണ്ട് എഴുതി തൂക്കി നമ്മുടെ അർജുൻ. പക്ഷെ കുശുമ്പും പൗശന്യം കാരണം പിങ്കി അത് വലിച്ചു കീറി എറിഞ്ഞു. എന്നിട്ട് പിങ്കി എന്ത് ചെയ്തു? പിങ്കിയുടെയും ഗൗതത്തിൻ്റെയും കൂടെ പേര് എഴുതിയിടാനായിട്ട് ഒരുങ്ങുക. അപ്പോഴാണ് നമ്മുടെ ഗൗതം അതുവഴി വരുന്നത്. അതെ, പിന്നെ ഗൗതം എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞു ഗൗതം. ഇവിടെ നിന്ന് ആരെപ്പോൾ ശല്യപ്പെടുത്തുമെന്ന് വന്ന് പേടിച്ച് സംസാരിക്കേണ്ട ആ ഒരു വിഷയമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ ഡയലോഗുകൾ ഇറക്കുവാണ് പിങ്കി. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്ന് തനിച്ച് കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പിങ്കി നീ ഇങ്ങനെ, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ പ്ലീസ് പറ്റില്ലെന്ന് മാത്രം പറയരുത് ഗൗതം. സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്താൻ വരില്ല. ആ കോഫി ഷോപ്പിൽ ഞാൻ വെയിറ്റ് ചെയ്യാം, പ്ലീസ് ഒന്ന് വരണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പിങ്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ കയ്യെ കാലെ പിടിച്ചുള്ള രീതിയിലാണ്. ഗൗതം ഇതൊക്കെ കണ്ട് കലി കയറി ഇങ്ങനെ നിൽക്കുക. ഗൗതത്തിന് ഭയങ്കര ദേഷ്യം. അത് കഴിഞ്ഞ് പിങ്കി ഇതേ കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു. ഗൗതം ചെല്ലുന്നു. അപ്പോൾ ഗൗതം ചെന്നു. എന്താ നിനക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ കുറച്ച് സമയം പോലും വേസ്റ്റായി പോകരുതെന്ന് ഗൗതത്തിനുണ്ടല്ലേ എന്ന് ചോദിച്ചു ഈ പിങ്കി. അതിൻ്റെ പാതി പരിഗണനയെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ, എൻ്റെ ജീവിതം പാഴായി പോകരുതെന്ന് കരുതി ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ അവസ്ഥ വരുമായിരുന്നോ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ നിന്റെ അവസ്ഥയ്ക്ക് ഇപ്പം എന്താ പിങ്കി കുഴപ്പമെന്ന് ഗൗതം ചോദിച്ചു. ഒരു കുഴപ്പമില്ലേ ഗൗതം, അന്ന് രാമേശ്വരത്ത് വെച്ച് എൻ്റെ കഴുത്തിൽ ഒരു താലി അണിയിക്കാൻ ഗൗതത്തിന് തോന്നിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ധർമ്മസങ്കടത്തിൽ ഞാൻ പെടില്ലായിരുന്നു എന്ന് പിങ്കി ഗൗതത്തിനോട് പറയുന്നു. ഗൗതമിനെ മനസ്സിൽ ഇട്ട് നിങ്ങളുടെ കസിൻ്റെ ഭാര്യയായി ഞാൻ ജീവിക്കണോ, അതോ നിങ്ങളെ മറന്നിട്ട് ഞാൻ മരിച്ച് ജീവിക്കണോ എന്ന് ആലോചിക്കുന്നത്. എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പം അത്രയും വലിയൊരു സ്നേഹമാണ് നിന്റെ മനസ്സിൽ എന്നോടുണ്ടായിരുന്നതെങ്കിൽ നീ കാത്തിരുന്നേനെ പിങ്കി എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു. പിങ്കി അത് എന്ന് പറഞ്ഞു നിൽക്കുക.
ഒരിക്കലും നീ മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ സമ്മതമായിരുന്നില്ല അത്. നിസ്സഹായിയായി വിധിക്ക് കീഴടേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ അതാണ് പോയിന്റ്. വിധിക്ക് കീഴടങ്ങേണ്ടി വന്നു അല്ലേ? വിധി, എല്ലാത്തിനും കാരണം വിധി. അപ്പോൾ ഗൗതം നിങ്ങൾ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. എത്രമാത്രം ഞാൻ അന്വേഷിച്ചു, എത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചു, എത്ര ഞാൻ ഹൃദയമൊരുക്കി. ഗൗതമൻ്റെ ഒരു ഫോൺ കോളിനായി എന്നൊക്കെ പറഞ്ഞ് ഗൗതമൻ്റെ ഒരു കോള് എൻ്റെ കയ്യിൽ നമ്പർ ഇല്ലാതെ പോയതോർത്ത് ഞാൻ സ്വയം ശപിച്ച് ജീവിക്കുകയായിരുന്നു. ഒടുവിൽ എല്ലാ പ്രതീക്ഷയും തീർന്നപ്പോൾ പപ്പയ്ക്കും മമ്മയ്ക്കും വേണ്ടിയാ ആരുടെയെങ്കിലും താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടാൻ തീരുമാനിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഗൗതത്തിനോട് പറയാം. പക്ഷേ നിങ്ങളുടെ കസിനെയാണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന വീട്ടിലാണ് ഞാൻ താമസിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അർജുൻ എൻ്റെ ബന്ധു അല്ല എന്ന് നീ കരുതുക. മറ്റൊരാളെ വിവാഹം കഴിച്ചാലും എല്ലാം മറന്ന് ജീവിക്കേണ്ടവളല്ലേ നീ? അതുപോലെ അവൻ്റെ കൂടെ നീ അങ്ങ് ജീവിക്കേ. അതാണ് വിധിയെന്ന് അക്സെപ്റ്റ് ചെയ്യുക വേണ്ടതെന്ന് ഗൗതം പറയുമ്പോൾ പിങ്കി ഒന്നും മിണ്ടുന്നില്ല. നീ ഇനി എത്ര തവണ പഴയ പ്രണയകഥ പറഞ്ഞാലും, എത്ര തവണ കണ്ണുനീരൊഴിക്കാലും എൻ്റെ മനസ്സിനെ അതൊന്നും സ്പർശിക്കാൻ പോകുന്നില്ല പിങ്കി. കാരണം എനിക്ക് വലുതെൻ്റെ ഭാര്യയാണ്. എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്ക് അവളാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയാം. അപ്പൊ പിങ്കി അതൊക്കെ കേട്ട് ചൗളി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ, ഇപ്പൊ എവിടെ പോയി ഗൗതം? ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ സ്ഥാനത്ത് നന്ദയാണ് എൻ്റെ മനസ്സിൽ. അവൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, മറ്റാരും ഇല്ല എന്ന് നമ്മുടെ ഗൗതം പിങ്കിയോട് താർപ്പിച്ചു പറയുന്നു. അർജുൻ്റെ ഭാര്യയായി ആ സ്ഥാനത്ത് എനിക്ക് പിങ്കിയെ കാണാൻ കഴിയും. മറ്റാരെയും എനിക്ക് ഒരു ഇതിലും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി നിനക്കിത് പറയാൻ കഴിയുന്നു, അതും ഇത്ര ക്രൂരമായിട്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ, കാരണം ഞാനിപ്പോൾ നന്ദയെയാണ് സ്നേഹിക്കുന്നത്, അവളാണ് എൻ്റെ എല്ലാം. അപ്പോൾ പിങ്കിയെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് നമ്മുടെ ഗൗതം ശരിക്കും നന്ദയ്ക്കാണ് ആ സ്ഥാനം കൊടുക്കുന്നത്. എന്തായാലും നന്ദ ഇനി മഹാറാണിയായിട്ട് തന്നെ വാഴും, ഗൗതത്തിൻ്റെ മഹാറാണിയായിട്ട്. നീ എന്തിനാ ഷോക്കാവുന്നതൊക്കെ കേൾക്കുമ്പോൾ? ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് എന്താ തെറ്റാണോ, കുറ്റമാണോ? അല്ലെങ്കിൽ തന്നെ ഇക്കാര്യം പിങ്കിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ഈ പറയണ പിങ്കി ഗൗതത്തിനോട് പറയുക. ഗൗതം ഒന്നും മൈൻഡ് പോലും ആക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ മാറാൻ കഴിഞ്ഞു? അപ്പം നിങ്ങളും നന്ദയും തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മറന്നോ? അതിനൊക്കെ അപ്പുറം നീ മുമ്പ് പറഞ്ഞ വിധിയെന്ന് പറയുന്ന സത്യം എൻ്റെ മനസ്സിൽ നിന്നും നിന്നെ എടുത്തു മാറ്റിയതും അത് തന്നെയാണെന്ന് നമ്മുടെ ഗൗതം പറയാം. അവിടെ നന്ദയെ പ്രതിഷ്ഠിച്ചതും വിധി തന്നെയാണെന്ന് പറയുമ്പോൾ പിങ്കിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല കേട്ടോ. അതേ വിധി തന്നെ നിന്റെ മനോവേദനകൾക്കും മരുന്നായി മാറും. അർജുൻ നല്ലവനാണ്, എന്നെക്കാളും നല്ലവനാണ്. അവൻ്റെ കൂടെ നീ ഒന്ന് ജീവിച്ച് നോക്ക്, അപ്പോഴേ അവൻ്റെ നന്മ നിനക്കറിയാൻ കഴിയൂ എന്നൊക്കെ പറയുമ്പോൾ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പിങ്കി. അത്ര നല്ലവനാണ് അർജുനെങ്കിൽ വന്ന് കയറിയ ഉടനെ കഴിഞ്ഞ 1 വർഷം ഉപേക്ഷിച്ച് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം ഡിവോഴ്സിൻ്റെ കാര്യം പറയുമെന്ന് ചോദിച്ചു. പിങ്കി അതിന് കാരണം ഞാനും നീയുമാണെന്ന് പറഞ്ഞു. അന്യോന്യം നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ ആദ്യ രാത്രിയിലെ നമ്മുടെ ഫോൺ കോൾ, ആ ശപിച്ച രാത്രിയാണ് എല്ലാം നശിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. നീ അവനെ സ്നേഹിച്ചാൽ അവൻ നിന്നെ മാത്രമേ സ്നേഹിക്കൂ. നീ കൊടുക്കുന്നതിൻ്റെ 1000 മടങ്ങ് സ്നേഹം അവൻ നിനക്ക് തരും എന്നൊക്കെ പറയുമ്പോൾ തരും പോലും. ഞങ്ങളുടെ പേരെഴുതി ഞങ്ങളുടെ ജീവിതം നല്ലതാകാൻ വേണ്ടി ആ അമ്പലത്തിൽ ചരട് കെട്ടി തൂക്കുമെന്ന് ഞാൻ വിചാരിച്ച് തുറന്നു നോക്കിയപ്പോൾ ഞാൻ വിഡ്ഢിയായി. അവിടെ നിങ്ങളാണ് ജയിച്ചത്, നിങ്ങളുടെ ജീവിതമാണ് അവന് മുഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുക. പിങ്കി ഭയങ്കര കരച്ചില്. ഗൗതം ഇത് കാണുന്നു. അപ്പം നീ വിധിക്ക് കീഴടങ്ങിയേ പറ്റൂ, നീ അർജുൻ്റെ ഭാര്യയായി എല്ലാ അർത്ഥത്തിലും മാറിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഇരുന്ന് പിങ്കിയോട് പറഞ്ഞു. പിങ്കി കുക്കു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കരച്ചില്. പറയാനുള്ള കാര്യങ്ങൾ ഗൗതം മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ടും പിങ്കിക്ക് മാറാൻ കഴിയുന്നില്ല. ആ സമയത്താണ് നമ്മുടെ നന്ദയും കൂട്ടുകാരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഈ കാഴ്ച കാണുന്നു. പ്ലീസ് പിങ്കി പ്ലീസ് കരയില്ലെന്ന് പറഞ്ഞ് ഗൗതം ആശ്വസിപ്പിക്കുന്നു. ഇത് കണ്ട നമ്മുടെ നന്ദയൊന്ന് ഞെട്ടി കേട്ടോ. നന്ദയ്ക്ക് ആകെ ഒരു ഷോക്കായി പോയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയൊക്കെ. അങ്ങനെ പിങ്കി ഇരുന്ന് ഭയങ്കര കരച്ചില്, ഗൗതം ഇരുന്ന് ആശ്വസിപ്പിക്കുന്നു. ഇത് കണ്ട നന്ദയുടെ ഒരു നിമിഷത്തെ ആ ഒരു ഞെട്ടല്. അപ്പൊ ഗൗതം ഇത് കണ്ടു. പിങ്കിക്ക് സന്തോഷമായി. നന്ദ അവിടുന്ന് വഴക്കുണ്ടാക്കി അങ്ങ് പോയി. അപ്പൊ പിങ്കിക്ക് എന്തായാലും വളരെ ഹാപ്പിയായി. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു സംശയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ നന്ദ എന്ന് പറഞ്ഞ് ഗൗതം പിറകെ ചെന്നെങ്കിലും കാര്യങ്ങളൊന്നും നടന്നില്ല. നന്ദ പോയതിന്റെ സന്തോഷത്തിൽ പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് അർജുനും കൂടി ഇത് കണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു നിമിഷം നമ്മുടെ പിങ്കി ആലോചിച്ചു കേട്ടോ.
പിന്നെ രാത്രിയായി. വീട്ടിൽ നമ്മുടെ ഗൗതം റൂമിൽ ഇങ്ങനെ കയറി ചെല്ലുന്നു. അപ്പം നന്ദ വിഷമിച്ചിങ്ങനെ ഇരിക്കാം. അപ്പം നന്ദ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ സാറ് എന്നോടൊന്നും പറയണമെന്നില്ല എന്ന് നമ്മുടെ നന്ദ അങ്ങ് പറഞ്ഞു. ഞാനാ വീട്ടിൽ നിങ്ങളെ വിശ്വസിച്ചു, അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറയുമ്പോൾ നിന്നോടെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് പറയാനില്ല, ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ ഗൗതം നന്ദയോട് പറയുന്നു. എന്നെയും പിങ്കിയെയും കോഫി ഷോപ്പിൽ വെച്ച് കണ്ട കാര്യം അർജുനോട് പറയരുത് എന്ന്. വേറൊന്നും കൊണ്ടല്ല, അവനിപ്പോൾ മനസമാധാനത്തോടെ ജീവിക്കുകയാണ്, അത് കളയരുത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി അർജുൻ്റെ മനസമാധാനമാണ് നിങ്ങൾക്ക് വലുത്, എൻ്റെ ഇതിന് പുല്ല് വില അല്ലേ? അതാണല്ലോ എനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും തരാനില്ലാത്തതെന്ന് പറയുമ്പോൾ ഞാൻ എന്തു പറഞ്ഞാ നിന്നെ ഇപ്പം വിശ്വസിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം അത് ശരിയാ, പരസ്പരം സമ്മതിച്ച് പരസ്പരം അറിഞ്ഞ് ഒത്തുചേർന്നവരാണല്ലോ നിങ്ങൾ രണ്ടുപേരും. അപ്പം പിന്നെ എന്നോടെന്ത് പറയാനാ അല്ലേ, എന്നെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാ അല്ലേ എന്നൊക്കെ ചോദിച്ചു നന്ദ. എന്നാൽ ഞാൻ ഇനി ഒഴിഞ്ഞു പോകേണ്ടത് അതും കൂടെ ഒന്ന് പറഞ്ഞാൽ മതി, അന്ന് ഞാൻ ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ. അപ്പം നീ അല്ല പോകേണ്ടത്, ഞാനാണെന്ന് നമ്മുടെ ഗൗതം. എങ്ങനെ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ സൗകര്യം, എനിക്കെന്താ ഇവിടെ കാര്യം ചോദിച്ചപ്പം അങ്ങനെയാണോ ഞാൻ നിന്നെ കാണേണ്ടത്? അല്ല എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ അതെ എന്ന് സാർ ഒരിക്കൽ കൂടി തെളിയിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോൾ ഗൗതത്തിന് പിന്നെ ഒന്നും പറയാനില്ല. ഗൗതം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കാം. എന്നിട്ട് പിന്നെ ബെഡൊക്കെ മാറ്റി പിന്നെ തലേണയും ഏതാണ്ടൊക്കെ എടുത്ത് താഴെ ഇട്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങുക. നീ എന്തേ കാണിക്കുന്നതെന്ന് ഗൗതം ചോദിച്ചപ്പോൾ ഇപ്പോഴാണ് എല്ലാം ശരിയായതെന്ന് നന്ദ പറയണു. അങ്ങനെ നന്ദ നിലത്ത് കിടക്കുന്നു. നമ്മുടെ ഗൗതം ഇങ്ങനെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നു. എന്തായാലും അവർക്കിടയിലെ വഴക്ക് അത് അങ്ങനെ തന്നെ അങ്ങ് മൂർച്ഛിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു. നമ്മുടെ ഗൗതത്തിന് ചെറിയൊരു ചുമയും കാര്യങ്ങളും ഒക്കെ. പെട്ടെന്ന് തന്നെ നന്ദ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥ കാണുക. ഓടി ചെല്ലുന്നു നമ്മുടെ നന്ദ. പിന്നെ നന്ദയ്ക്ക് ടെൻഷനായി. നന്ദ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുന്നു. അപ്പോൾ എന്താ സാറിന് പറ്റിയ എന്താണെന്ന് ചോദിച്ചപ്പം എനിക്ക് എന്ത് വന്നാലും നിനക്കെന്താന്ന് ചോദിച്ചു. അതല്ലല്ലോ സാർ ഇവിടുത്തെ വിഷയം, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, ഒരാൾക്ക് അസുഖം വന്നാൽ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് നിന്നെ കാണാൻ വരുന്ന സമയത്ത് എൻ്റെ രോഗവിവരം നീ അന്വേഷിച്ചാൽ മതി എന്ന് ഗൗതം നന്ദയോട് പറയുന്നു. പിന്നെ വഴക്കായി. അങ്ങനെ ഗൗതം ചുമച്ചും എങ്ങനെ അങ്ങ് പോയി. എന്നിട്ട് കട്ടിലെ കയറി കിടന്നു. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ട അന്ന് ഗൗതം. പിന്നെ മരുന്നൊക്കെ എടുത്തു കൊടുത്തു. ഗൗതം അത് കഴിക്കുന്നില്ല. പിന്നെ ഒരു തരത്തിൽ നന്ദ പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞതല്ല, സാറിന് വേണ്ടി പറഞ്ഞതാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.